മെലഡി റൗണ്ട് ആണ് വരുന്നത്. വരാൻ പോകുന്നത് നമ്മുടെ വളരെ മെലോഡിക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ടോപ്പ് സിംഗറിന്റെ മാത്രം കുഞ്ഞാറ്റക്കിളിയാണ് എത്തുന്നത്. വിളിച്ചാലോ? വെൽക്കം നമ്മുടെ കുഞ്ഞാറ്റക്കിളി സുഭദ്ര കുട്ടി ഓൺ സ്റ്റേജ്. തിളങ്ങിട്ടാ വരുന്നേ. ഹായ് കുഞ്ഞാറ്റക്കിളി, നല്ല രസം, സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് എറണാകുളത്ത് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അത് ശ്രീനാരായണ ഗുരുവിന്റെ വനിതാംഗത്തിന്റെ പഠന ക്യാമ്പിന്റെ ഒരു ഉദ്ഘാടനമായിരുന്നു. അപ്പോ അത് അവിടെയുള്ള ബേബി റാണി എന്ന് പറഞ്ഞൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാ. എനിക്ക് ആ ഹെയർ സ്റ്റൈലും ഇഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ കമ്മലും ഒക്കെ കൂടിയിട്ട് നല്ലൊരു തിളക്കം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇപ്പൊ കുഞ്ഞാറ്റന്നല്ല പേര്, പിന്നെ പേരഴകിയോ? തമിഴ് സ്റ്റൈലാ? തമിഴ് സ്റ്റൈൽ. அந்த மாதிரி ரொம்ப அழகா இருக்கு. ചേട്ടാ ഇന്നെന്റെ പാട്ട് കാണാൻ വേണ്ടിട്ട് എന്റെ അമ്മയുടെ ചേച്ചി വിനിതാന്റിയും ഫാമിലിയും വന്നിട്ടുണ്ട്. ഹലോ. ഹായ് മക്കള് അല്ലേ? മകളുടെ പേരെന്തൊക്കെയാണ്? രഞ്ജന, ഗായത്രി. ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്? അല്ലല്ലോ. അമ്മു ചേച്ചിയും രഞ്ജു ചേച്ചി. ഓക്കെ. അമ്മു രഞ്ജു. അഴകി. അപ്പൊ പാട്ട് ഏതാണ്? പേരാറ്റിനക്കരെ അക്കരെ അക്കരെ. ചുമ്മാ അല്ല ഞാൻ പേരഴകി എന്ന് പറഞ്ഞേ. ഇതാണോ? പേരാറ്റിനക്കരെ അക്കരെ അക്കരെ. അതെ, വേനൽ കിനാവുകൾ. ബ്യൂട്ടിഫുൾ ഒരു സോങ് ആണ് കേട്ടോ. ഇതിൽ വേറൊരു പാട്ട്, ആകാശമേടയ്ക്ക് വാതിലുണ്ടോ, അങ്ങനെ പാട്ടാണ്. അത് ഭയങ്കര കൂടിയുണ്ട്. ഗൗരി മനോഹരി. അത് തന്നെ. എൽ വൈദ്യനാഥൻ സാറാണ് ഇതിന്റെ മ്യൂസിക് അല്ലെ? ഗ്രേറ്റ് മ്യൂസീഷ്യൻ. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചെന്നൈയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് കണ്ടത്. അവിടെ ഒരു റെക്കോർഡിങ് ഞാൻ പോയതാണ്. അപ്പൊ എന്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ യു ആർ ദ മ്യൂസിക് കമ്പോസർ ഫ്രം കേരള, ഇസ് ഇറ്റ്? ഞാൻ പറഞ്ഞു, യെസ് സർ, ഐ ഹവ് ഹേർഡ് വൺ ഓഫ് യുവർ സോങ്സ്, അക്കലെ. That is quite good. അത് ഞാനിങ്ങനെ ഓർക്കാണ്, അദ്ദേഹത്തിന്റെ വാക്കുകള് ഇങ്ങനെ ഓർക്കാണ്. എൽ സുബ്രഹ്മണ്യൻ സാറിനെയും എനിക്ക് പരിചയമുണ്ട്. എൽ ശങ്കർ സാറിനെ വളരെ പരിചയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ അവര് മൂന്നുപേരും ആ ട്രയോ ആണ്. ഭയങ്കര ഗ്രേറ്റ് മ്യൂസീഷ്യൻ. നമ്മുടെ ആള് തൃപ്പൂണിത്തറക്കാരാ അവര്. അതായത് ചക്കംകുളങ്ങര ശിവക്ഷേത്രം ഉണ്ട്, അതിന്റെ അടുത്താണ് അവരുടെ തറവാട്. എനിക്ക് കുറച്ച് പാട്ടുകൾ പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് വൈദ്യനാഥ് സാറിന്റെ. ഇപ്പോ അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ മകന്റെ ഗണേശിന്റെ പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ ഞാൻ പോവാറുണ്ട്, അവിടെ സ്റ്റുഡിയോ ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് പേരഴകി. ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് യേശുദാസ് സാർ. അപ്പൊ പേരാറ്റിനക്കരെ പോയിട്ട് വാ. താങ്ക് യു.
കേളി കലയുടെ കോവിൽ കണ്ടു, കതിർപൂക്കും വിളക്കു കണ്ടു, കമലദളം കണ്ടു, കമലദളം കണ്ടു. പേരാച്ചിന്നക്കരയക്കരയക്കരയേതോ പേരറിയാ കരയിൽ നിന്നൊരു പൂത്തുമ്പി. നാടായ നാടുകൾ ചുറ്റി കാണായ കാഴ്ചകൾ കാണാം. കൂടെ പോയി കര നിന്നൊരു പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി. വെരി ഗുഡ് വെരി ഗുഡ്. കലക്കി കലക്കി. ഹരി ഹായ്. സവാഷ് 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 സവാഷ്. ഹരി ആദ്യം തന്നെ കേരളത്തിലെ ഏതോ ഒരു ഗ്രാമത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അതെ, നിറച്ച് നെൽപ്പാടങ്ങളും ആ ഒരു പാടങ്ങളും ഒരു കൊക്കുകളൊക്കെ പറക്കുന്നു. കൊക്കുകൾ പറക്കുന്നുണ്ട്. കൊക്കുകൾ കാണാൻ പറ്റി. എനിക്ക് കുറെ തത്തകളെ കാണാൻ പറ്റി. തത്തകള്. അപ്പൊ ആ ഗ്രാമത്തിൽ ഇങ്ങനെ നമ്മുടെ മീൻകുട്ടി ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ട്. അപ്പൊ കുറെ പ്രാവുകൾ സൈഡിൽ കൂടെ പറന്നു പോകുന്നുണ്ട്. തെങ്ങുണ്ട്. എന്നിട്ട് പക്ഷെ ഇടയ്ക്കൊന്ന് തട്ടി താഴെ വീഴുന്നില്ല. ബാലൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഞാനാണോ സൈക്കിളെ പോകുന്നത്? പിന്നെ അല്ലാതെ വേറെ ഞാൻ നിങ്ങളാരോ പോയപ്പോ എന്നെ കണ്ടതാണ്. ഇല്ല ഇല്ല, എം ജെ സാർ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ അത് പേരാറ്റിന് അക്കരെ 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 ഏതോ ഒരു സ്ഥലത്ത് കൂടെ. ഇഞ്ഞരാ എന്തോ എത്ര അക്കരെ പാടാൻ പറ്റും ഒരു ബ്രത്തില്? ഒന്ന് ട്രൈ നോക്കിയാലോ? റെഡിയാണോ? അതുവേ ഓ തുടങ്ങാമോ? റെഡി. ഈ കളിയിൽ ഫൈനലി ആര് ജയിക്കുന്നു ഞാൻ പറഞ്ഞുതരാം. എന്നാലും അതൊരു പരസ്യമായ രഹസ്യമാണ്. കുഞ്ഞാറ്റയുടെ കളി തുടങ്ങട്ടെ. ഓക്കെ, 1 2 3 4. അക്കരെ 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 അക്കരെ. കരയാ കേട്ടോ. ഇനി നമ്മുടെ ക്യാപ്റ്റൻ നോക്കട്ടെ. അക്കരെ 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 അക്കരെ. കപ്പാസിറ്റി ഉള്ള ആളാണോ ഇവിടെ ഇരിക്കുന്നത്? അത് നോട്ട് മേളിലായോണ്ട് അല്ലേ ഞാൻ കുറച്ചും കൂടെ പാടി. അടിപൊളി. ഇത്ര 37 ചേച്ചി. Wait for the man of the match. Come on. ഇങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് പേടിയാവണം. റെഡിയാക്കി തുടങ്ങിക്കോ. അക്കരെ 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 അക്കരെ
യക്കര 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 യ- 37. കറക്റ്റോ? രണ്ടുപേരും ഒന്ന് എണിച്ചോ. സ്റ്റാൻഡിങ് ഒവേഷനോ? ഓ അതിനായിരുന്നു. ഇവിടെ പറ്റിയ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? ആ. കുഞ്ഞാറ്റയ്ക്ക് ട്രിക്ക് മനസ്സിലായോ? ഇല്ല. ഞാനിത് കണ്ടക്ട് ചെയ്ത് ഞാൻ പാടിയില്ല. ഞാൻ പാടി എവിടെ എത്തൂല, അതുകൊണ്ട് പാടിയില്ല. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. കമോൺ കമോൺ കുഞ്ഞാറ്റ, കമോൺ കമോൺ കുഞ്ഞാറ്റ, കമോൺ കമോൺ. അപ്പൊ കുഞ്ഞാറ്റ അപ്പൊ പാടിയത് ഇല്ല, ഇല്ല, ഇല്ല. നടക്കൂല. Come on, ഒന്ന് ചുമ്മാ. അങ്ങനെ നടക്കൂല. രക്ഷപ്പെടാമെന്ന് പത്ത് വിചാരിക്കണ്ട. ഒരിക്കലും നടക്കൂല. പറ്റൂല. എന്നെ കൊണ്ട് കൊള്ളൂല, കൊള്ളും, കൊള്ളും. കൊള്ളത്തില്ല. ഒന്ന് വെക്കാം. സർ കമോൺ. മീനുട്ടാ പറ്റൂല. 10 വരെ മതി, 10 വരെ മതി. Yes. ചുമ്മാ ഇരി സുഷു. സുഷു നോട്ടെ, അവിടെ ഒരു മൈക്ക് വെച്ചോട് പോ. ഇല്ല, MJ ഞങ്ങളൊന്ന് പാടും. എന്നെ കൊണ്ട് നടക്കൂല. 10 വരെ മതി, ഒന്ന് പറഞ്ഞ കേക്ക്. നല്ല 10 വരെ 10. 10. അക്കരെ 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 അക്കരെ. കിട്ടിയാലും ഇത്ര കിട്ടിയല്ലോ. ഒരു വിധം ഒപ്പിച്ചു. കണ്ടാ? ഇനി 5 മിനിറ്റ് എടുക്കും ശ്വാസം കിട്ടാൻ. നമ്മൾ ഒതുക്കി കഴിയുമ്പോ ശ്വാസം പെട്ടെന്ന് തീരും. ഞാൻ നേരത്തെ ഇങ്ങനെ അക്കരെ അക്കരെ എന്നാ പാടിയ അപ്പൊ കാറ്റ് കുറെ ഹസ്കി പോകും. ആവുമ്പോഴത്തേക്ക് കുറെ അത് വരുമ്പോഴത്തേക്കും ശ്വാസം കുറച്ച് അതെ, പോകും. ഓക്കെ, അപ്പൊ ഗംഭീരാണ് കേട്ടോ നമ്മുടെ ക്യാപ്റ്റനും നമ്മുടെ മധുക്കുട്ടനും. Yes. Yes. പാട്ട് നന്നായിരുന്നു. പ്രേമ കഥകൾ എന്ന് പാടി. ആ പ്രേമ എന്തോ ഒരു സംശയം. ആ പ്രേമകഥകൾ. കഥകൾ എന്നല്ല പാടിയ, കഥകൾ. കഥകൾ എന്നാണ്. ആ. കഥക്ക് തുറക്കുന്ന പോലല്ല, ആ കഥകൾ പറയുന്നത്. കഥകൾ കഥകൾ കഥകൾ. അത് ഹൈ പാടുമ്പോ എന്തോ ബ്രത്ത് ഇടാണ് കഥകൾ എന്ന് മാത്രമായിപ്പോയി. എഗ്രീഡ്. പക്ഷെ സമ്മതിക്കുന്നില്ല. ഓക്കെ, അത് പറ്റില്ല. ഓക്കെ, പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഋതമില്ലേ, ചിഞ്ചക്ക 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 ചിഞ്ചക്ക. ജിഞ്ചക്ക 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 ജിഞ്ചക്ക. സാധാരണ കുഞ്ഞാറ്റ അങ്ങനെ ഋതം ഒക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ ഋതമിക്കായിട്ട് പാടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് അത്രയും ഋതമിക്കായിട്ട് പാടിയിട്ടില്ല, കുറച്ച് ലൂസായിരുന്നു. അക്കരെ 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 ഏതോ പേരാറ്റിനക്കരെ അക്കരെ പേരാറ്റിനക്കരെ അക്കരെ അക്കരെ ഏതോ. പേരാറ്റിനക്കരെ അക്കരെ ഗ്രിപ്പ് അക്കരെ ഗ്രിപ്പ് ഗ്രിപ്പ്. 1 2 3 4. പേരാറ്റിനക്കരെ അക്കരെ അക്കരെ ഏതോ പേരറിയാ കരയിൽ നിന്നൊരു പൂത്തുമ്പി നാടായ നാടുകൾ ചുറ്റി കാണായ കാഴ്ചകൾ കാണാൻ. കൂടെ പോയി കര നിന്നൊരു പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി സുഭാഷ് അവിടെ നല്ല പൂവാലൻ തുമ്പി. അത് തരാതരത്തെ. അത് നന്നായിരുന്നു കേട്ടാ, അതെ അതെ. ഭയങ്കര രസമുണ്ടായിരുന്നു. Thank you. അത് ഓരോ സ്ഥലത്തും പാടിയപ്പോഴത്തേക്കും കൃത്യമായിരുന്നു, Thank you, sir. അത് രസമുണ്ടായിരുന്നു. Thank you. ഓക്കെ, എനിക്ക് വേറൊരു സംശയം. കന്യകളാടും കളങ്ങൾ കണ്ടു, ഒന്ന് പഠിക്കേ. തിരുമൂർത്തികൾ വാഴും കാവുകൾ കണ്ടു, അത് ഞാനും കണ്ടു. തിരുവാതിര ഞാറ്റുവേലത്തുകിലുകൾ കണ്ടു, അത് ആ തുകിലും കണ്ടു. തെയ്യം തിര കണ്ടു, കണ്ടു, കണ്ടു. ആ. കാവടിയാട്ടം കണ്ടു, അത് തീർച്ചയായിട്ടും കണ്ടു. ആ, കയ്യിൽ പൂക്കുലേന്തി കന്നികളാടും കളങ്ങൾ കണ്ടു, കയ്യിൽ പൂക്കുലേന്തി കന്നികളാടും കളങ്ങൾ കണ്ടു. അത് കണ്ടു. മേളിലോട്ടുള്ളത് അത്ര കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറച്ചുകൂടെ കാണിച്ചു തരാമോ? കയ്യിൽ പൂക്കുലേന്തി കന്നികളാടും കളങ്ങൾ കണ്ടു, കയ്യിൽ പൂക്കുലേന്തി കന്നികളാടും കളങ്ങൾ കണ്ടു. കളിയച്ചൻ പോറ്റിയ കേളി കലയുടെ കോവിൽ കണ്ടു, ആ, അതൊക്കെ കൊള്ളാം. കതിർപൂക്കും വിളക്കു കണ്ടു, കമലദളം കണ്ടു. അതെല്ലാം ഞാൻ കണ്ടു. എനിക്ക് കാണാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, കണ്ടു. ആ. അതിപ്പോ കണ്ടു. താങ്ക് യു. ഇതെല്ലാം കാണിച്ചു തന്നെ. ഇങ്ങനെ പാടി പോവാ, നിർത്താണ്ട് ഇങ്ങനെ പാടി പോവാ. മൊത്തം ഗ്രാമം, അവിടുത്തെ കാഴ്ചകൾ എല്ലാം കാണിച്ചു തന്നു. ഇങ്ങനെ ആരെങ്കിലും കാണിച്ചു തരൂ?
കുഞ്ഞാറ്റയ്ക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. കുഞ്ഞാറ്റക്കിളി എന്തോ അസലായി പാടി. താങ്ക് യു മാം. അല്ല താങ്ക് യു ചേച്ചി. ഇത് എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. നന്നായി പാടിയാ മതി ആ. കേട്ടോ. മിടുക്കിയായിട്ട് പാടി. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, താങ്ക് യു. നല്ല എനർജി ഉണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ കുഞ്ഞാറ്റയുടെ ആ ശബ്ദം, അത് പ്രത്യേക ഒരു ഫ്ലേവർ ഈ പാട്ടിന് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊരു ഫോക്കിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫ്ലേവർ ഈ പാട്ടിന് കുഞ്ഞാറ്റയുടെ ശബ്ദത്തിൽ പാടിയപ്പോഴത്തേക്കും വന്നു. അത് നല്ല നല്ല രസമുണ്ടായിരുന്നു അത് താങ്ക് യു കേൾക്കാൻ ചേച്ചി. വേണ്ടിട്ട് കേട്ടോ. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി. ഞാനും ഈ കാര്യങ്ങൾ തന്നെ ആ മേളില് പാടിയപ്പോഴുള്ള ചെറിയൊരു സ്ട്രെയിൻ അവിടെ, അതുകൊണ്ട് ഒരു ശ്രുതി ചേരാതെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ശ്രദ്ധിച്ചത്. ഇതുപോലെ തന്നെ പാടി അടിപൊളിയായിട്ട് ഇതുപോലെ വേറെ വേറെ എന്താ പറയാ കുഞ്ഞാറ്റേനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ജോണേഴ്സും ടൈപ്പ് ഓഫ് പാട്ടുകളൊക്കെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ടേക്കുള്ള യാത്ര ഗംഭീരമായിരിക്കും. താങ്ക് യു. കേട്ടോ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നെ പഴയ ഒരു കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞാറ്റക്കിളി പാട്ട് പാടി. കോതമംഗലത്ത് ഞാൻ കുറേ നാളുണ്ടായിരുന്നു. കോതമംഗലത്ത് എൻ്റെ വല്യമ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ കുറേ നാൾ താമസിച്ച് പഠിച്ചു. അപ്പോൾ അവിടെ മാതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുളിക്കാനായിട്ടൊരു കനാലിൽ പോകാറുണ്ട്. നല്ല രസമാണ് അവിടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ നെൽപ്പാടം, ആ കനാലിൻ്റെ അപ്പുറത്ത് പാടം, നേരത്തെ പറഞ്ഞ പോലെ തത്തകള്, പ്രാവുകള്, കൊക്ക്, പിന്നെ അവിടെ ആരെങ്കിലും മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അവിടെ അപ്പുറത്തെ കുളത്തിൽ ഒരാൾ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു കാഴ്ച, ഒരു വിഷ്വൽ എൻ്റെ മനസ്സിലേക്ക് വന്നു പണ്ടത്തെ താങ്ക് യു. പാടിയപ്പോൾ. താങ്ക് യു. അപ്പോൾ താങ്ക് യു. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്കും അതൊക്കെ തന്നെ ഉള്ളൂ. കുറച്ചും കൂടെ കുറച്ച് ആ ഗ്രൂവിൽ ആദ്യത്തെ ആ പേര് നേരത്തെ പാടിപ്പിച്ചില്ലേ, അതാണ് എനിക്ക് കറക്റ്റ് ഒന്ന് സ്ട്രിക്റ്റ് ആവണം തോന്നി. പിന്നെ ആ ഹൈ പിച്ച് പാടിയ പോർഷൻ കുറച്ചും കൂടി ഒന്ന് എത്തണം എന്ന് തോന്നി. കുറച്ചും കൂടി അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇന്നത്തെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നതായിട്ടുള്ളത് പറയൂ 98.25 out of 100. താങ്ക് യു സർ. കുഞ്ഞാറ്റക്കിളി എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞേ? എന്താ പറയാനുണ്ടെന്ന് ഒരു കാര്യം പറയാനുണ്ട്. ആണോ? എന്തായാലും എന്റെ അപ്പൂപ്പന്റെ അനിയൻ തങ്കപ്പൻ എന്നാണ് പേര്. ഞാൻ തങ്കപ്പനപ്പ എന്നാണ് വിളിക്കണത്. അപ്പക്ക് എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അപ്പക്ക് ഫ്ലോറിൽ വന്ന് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ഷൂട്ടിങ് കാണാനായിട്ട്. അപ്പോൾ ആ ഷൂട്ടിങ് കാണാൻ വരുമ്പോൾ MJ സാറിന്റെ രാക്കിളിതൻ എന്നുള്ള പാട്ട് സാറിന്റെ മുമ്പിലൊന്ന് പാടണമെന്ന്, ചാൻസ് കിട്ടിയാൽ പാടണമെന്നുള്ള ഒരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞിടക്കാണ് അപ്പ ഞങ്ങളെ വിട്ടുപോയത്. എന്ത് പറ്റിയതായിരുന്നു അത്? അപ്പക്ക് അറ്റാക്ക്. ആണോ? അപ്പോ എന്തായാലും സാറിന്റെ മുമ്പില് നേരിട്ട് പാടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കല്യാണ വീട്ടില് ഈ രാക്കിളിതൻ എന്നുള്ള പാട്ട് പോകാറുള്ളപ്പോ പാടുമായിരുന്നു. അപ്പോ എന്താണ് ഞാൻ അതിന്റെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പ്ലേ ചെയ്തോട്ടെ? അപ്പയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നമസ്കാരം നമ്മുടെ കേട്ടോ. ഈ മഴ ഗിറിനായിട്ട് പാടുന്നുണ്ടല്ലോ. ഇത് അപ്പയുടെ അങ്ങനെയാ റിലേഷൻ? അമ്മയുടെ അച്ഛന്റെ അനിയൻ. അമ്മയുടെ അച്ഛന്റെ അനിയൻ. എല്ലാവരും പാട്ടുകാരാണല്ലേ? പാട്ടിങ്ങനെ ഉള്ളിക്കൊണ്ട് നടക്കുകയും പാട്ടെപ്പോഴും മോളിക്കൊണ്ട് നടക്കുകയും പാട്ടിനോടുള്ള ഇഷ്ടം അത് ആത്മാർത്ഥമായിട്ട് ആത്മാവ് കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പാട്ട് കേട്ടാൽ അതെ ശരിക്കും തീർച്ചയായിട്ടും കുഞ്ഞാറ്റെ നമുക്ക് എല്ലാവർക്കും നഷ്ടമാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ ഇരുന്ന് കുഞ്ഞാറ്റയുടെ പാട്ട് കേൾക്കുന്നുണ്ട്, ഇനിയും കേട്ടുകൊണ്ടേയിരിക്കും. ആ ബ്ലെസ്സിങ്സ് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താ സങ്കടം വരുന്നത്? സങ്കടപ്പെടണ്ട, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. Thank ബൈ you. ബൈ. ഓൾ ദി ബെസ്റ്റ് കുഞ്ഞാറ്റക്കിളി. ബൈ ബൈ. ബൈ. ടാറ്റാ. താങ്ക് യു. മധു അങ്കിൾ
ഓ നമുക്കൊരു ബാംഗ്ലൂരു ഹുടുഗി വരാൻ പോവാണ്. ബാംഗ്ലൂർ ഹുടുഗി. അതെ, Okay. ആരാണ് ഹുടുഗി? നമുക്കിവിടെ ഒറ്റ ബാംഗ്ലൂരു ഹുടുഗി. ശ്രിയ സ്വജേഷ് അതെ, ഘോഷാൽ. ഒറ്റ ബാംഗ്ലൂരു ഹുടുഗേ ഉള്ളൂ നമുക്ക് ടോപ്പ് സിംഗറില്. നമ്മുടെ ശ്രീയ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശ്രിയ സ്വജേഷ് ഓൺ സ്റ്റേജ്. ഹലോ. മംഗളൂരു മൈസൂർ മംഗളൂരു ബംഗളൂരു. ശ്രീയ കുട്ടി. ഹലോ. നല്ല ഭംഗിയുണ്ടല്ലോ. എന്ത് വിശേഷം? നല്ല വിശേഷം. കൊറേ ആയി പോയിട്ട്, ഈ ആണോ? ഷൂട്ട്സ് ഒക്കെ ആയിട്ട് ഒരു മാസമായി. ഇത് സഭാഷാണല്ലോ. അതെ നല്ല എന്തൊരു പ്രത്യേകത അല്ലേ? ತುಂಬ ಚೆನ್ನಾಗಿದ್ದಿ. ഇപ്പോൾ താങ്ക് യു. നോക്കുവായിരുന്നു. തുമ്പ ഒരു കാര്യം പറയട്ടെ, അമ്മയുടെയാ. പക്ഷെ ചേച്ചി എങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നല്ലേ? പണ്ടത്തെ ഉടുപ്പല്ലേ? അമ്മയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാ? അല്ല, ഇത് കുറച്ചായി വാങ്ങിയിട്ട്. ഭയങ്കര ചെറുപ്പത്തൊന്നായിരുന്നു. ചെറുപ്പത്തിലല്ല, അന്ന് അത്ര പഴയതല്ല. അല്ല അല്ല. ആ, ഇപ്പൊ അമ്മയുടെ അത്ര ഹൈറ്റ് ആയോ? ഇല്ല ഇല്ല, അമ്മ ഭയങ്കര ടോളാ, അവിടെ വരെ ആണോ? എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ഡ്രസ് പാകായി? അത് കുറച്ച് ആൾട്രേഷൻ ഒക്കെ ചെയ്തു. ആ, അങ്ങനെയാണ്. അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ആ കൊള്ളാം, എന്തായാലും നല്ല അതെ, കോമ്പിനേഷൻ. നന്നായിട്ട് താങ്ക് മാച്ച് യു ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഇന്ന് ഏത് പാട്ടാണ് സെറ്റ്? എന്തേ മുല്ലേ പൂക്കാത്തു. ആഹാ. എന്തേ പോകാത്തു? ബട്ട് വൈ? അതെനിക്കറിയില്ല. സോറി, അത് ഞാൻ ഉഗ്രം ചോദിച്ചില്ല. പാട്ടാണ് അല്ലേ? Yes. ഉഗ്രം പാട്ടാ, നല്ല മെലഡിയാണ്. ഡീറ്റെയിൽസ് അറിയോ ശ്രീകുട്ടിക്ക്? ഇയർ 1998, മൂവി പഞ്ചലോഹം. മ്യൂസിക് കമ്പോസർ രവീന്ദ്രൻ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, സിംഗേഴ്സ് യേശുദാസ് സർ ആൻഡ് ചിത്രാമ്മ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സെറ്റാണ്.
നെഞ്ചോടൊരുമ്മിക്കിടത്താനും ഇത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തത്തിനെ കുറിച്ച് ഭയങ്കര സംശയം. അത് എവിടെയാണ്, ഏത് സ്വരത്തിലാണ് മുത്തിയിരിക്കുന്നത് എന്നൊരു സംശയം. അപ്പോ നമ്മുടെ മധു പറഞ്ഞു അവിടെയാണ് മുത്തിയത്. ഞാൻ പറഞ്ഞു നീലല് നീ ആണോ? അപ്പൊ നീല് മുത്തിയോ സായില് മുത്തിയോ സായില് മുത്തിയോ നീല് മുത്തിയോ? അപ്പൊ നമ്മള് പിന്നെ കേട്ടു നോക്കി, അപ്പൊ മനസ്സിലായി ഇത് സായിലാണ് മുത്തിയത്. അത് തന്നെയാണ് ശ്രീകുട്ടി പാടിയതല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിരുന്നു. കുഴപ്പം ആരുടെ ആയിരുന്നു? നമ്മുടെ അല്ലേ, എന്റെ. പോട്ടെ, സാരില്ല. അപ്പൊ കുഴപ്പമില്ലാത്ത ആളിനോട് കമന്റ് കൊടുക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെലക്ഷൻ പാട്ടിന്റെ. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ഭൂരിഭാഗവും വളരെ നന്നായിട്ട് തന്നെയാണ് പാടിയത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അനുപല്ലവിയുടെയും ചരണത്തിന്റെയും എൻഡിൽ വരുന്ന ഒരു ലൈനില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എങ്ങനെയായിരുന്നു? യെസ്, അത് എന്റെ മാറിയിലെ, അതെനിക്ക് ആ ഭാഗമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ചരണത്തിന്റെ വെണ്ണിലാവിന്റെ അല്ലേ, വെണ്ണിലാവിന്റെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്കും ഓക്കെ. ആ പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ തോന്നിയത് ഫസ്റ്റ് പല്ലവിയില് എന്തേ മുല്ലേ പൂക്കാത്തു എന്റെ പൊൻകിനാവിൽ നീ അന്നീ, ആ നോട്ട് അത് ശ്രുതി ചേരണം തോന്നി എനിക്കും. ഓക്കെ. പിന്നെ പല്ലവിയില് മഞ്ചാടി ചുണ്ടത്ത് മുത്താഞ്ഞു നെഞ്ചോടൊരുമ്മിക്കിടക്കാഞ്ഞു, ആ പല്ലവി നിർത്തിയില്ലേ, അതിലെ കിടക്ക അക്ക ഔട്ടായി പോയി. മനസ്സിലായായിരുന്നു പാടി? അപ്പൊ ചെറുതായിട്ട് മുഖം ഒന്ന് മങ്ങി, ഞാൻ ശ്രദ്ധിച്ചു അത്. ആ ഭാഗത്ത് മാത്രം തോന്നി. പിന്നെ അങ്ങനെ തോന്നിയായിരുന്നു എനിക്കും. പിന്നെ എനിക്ക് തോന്നിയത് ആദ്യമായി കണ്ട നാൾ മുതൽ എന്നെ ആർദ്രമായി തൊട്ട് ഞാൻ ഒരു സംഗതി ഇങ്ങനെ പാടി വരുന്നില്ലേ, ആദ്യമായി കണ്ട നാൾ മുതൽ എന്നെ ആർദ്രമായി തൊട്ടൊഴിഞ്ഞു നീ. അതിന് കുറച്ചുകൂടെ മയപ്പെടുത്താ സംഗതി. അത് ധൃതി പിടിച്ചിങ്ങനെ പാടുന്ന പോലെ, അത് ആർട്ടിഫിഷ്യൽ ഒരു മെക്കാനിക്കലായി പോയ പോലെ തോന്നി. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ചരണത്തിന്റെ ആ ഭാഗമൊക്കെ നന്നായിട്ട് വന്നു. എനിക്കും. അപ്പൊ മൊത്തത്തിൽ ബാക്കിയുള്ളതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിബേറ്റ് സോങ് ഇങ്ങനെ തന്നെ പാടി അത്രയും നന്നായി പാടി ഫലിപ്പിച്ചില്ലേ, ആ എഫർട്ട് വളരെ നന്നായി. വെരി ഗുഡ്. എനിക്കും അങ്ങനെ തോന്നി. അപ്പൊ നിങ്ങൾ ഇത് സെപ്പറേറ്റ് കമന്റ് പറയുന്നില്ല? അല്ല, തോന്നിയ കാര്യങ്ങളൊക്കെ പറയണ്ടേ? അതെ, നമ്മള് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കോമയുണ്ട്, സെമി കോളൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണേ? ഫുൾ സ്റ്റോപ്പ് സാധനം സ്റ്റോപ്പ് ചെയ്യുമ്പം സ്റ്റോപ്പ്, കോമ ഫുൾ സ്റ്റോപ്പ് ആണ്. ആദ്യം സ്റ്റോപ്പ് അല്ല, ഫുൾ. അതുകൊണ്ടാണ് ഒരു കുത്തിടണേ. കോമ എന്ന് പറഞ്ഞാ, കോമ എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോയില് ഒരു
സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. പക്ഷെ അതിന്റെ ഒരു കണ്ടിന്യൂറ്റിന് വേണ്ടി ഇനി ഒരു കണ്ടിന്യൂറ്റി അതിനുണ്ട് എന്നാണ് അല്ലെ? അപ്പോ സെമി കോളൻ ആണെങ്കിലോ? സെമി കോളൻ എന്തെങ്കിലും അർത്ഥം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിലോട്ട് അതിന്റെ ഒരു ഇടയിലുള്ള ഒരു ചെറിയൊരു ഇന്റർമിഷൻ ഇതാണ് പക്ഷെ എന്ന് പറയാം. അതും ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗം തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് ഇത്തരം പങ്ക്ച്വേഷൻസ് പാട്ടിലുമുണ്ട്. അപ്പോൾ ഈ മഞ്ചാടി ചുണ്ടത്ത് മുത്താഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ മാർക്കാണ്, പക്ഷെ അവിടെ ഒരു കോമയുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ആ ഫീലിൽ വേണം അവിടെ വരാൻ. അത് മഞ്ചാടി ചുണ്ടത്ത് മുത്താഞ്ഞോ മുത്താഞ്ഞോ എന്ന് പാടുമ്പോ തന്നെ ഇനി ഒരെണ്ണം വരണുണ്ടേ എന്ന് തോന്നണം. മുത്താഞ്ഞോ. അപ്പൊ ആ ഞോയിൽ നമ്മൾ എത്ര വോളിയം കൊടുക്കുന്നോ അതനുസരിച്ചാണ് അത് ഫുൾ സ്റ്റോപ്പ് ആണോ കോമയാണോ സെമി കോളനാണോ എന്ന് തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായ? അപ്പൊ അങ്ങനെ ഒന്ന് പാടിക്കേ. മഞ്ചാടി ചുണ്ടത്ത് മുത്താഞ്ഞോ. അതിങ്ങനെ കേറിക്ക് വരണം. മഞ്ചാടി ചുണ്ടത്ത് മുത്താഞ്ഞു നെഞ്ചോടൊരുമ്മിക്കിടത്താഞ്ഞു. അപ്പൊ കോമ. ഇനി നമ്മുടെ ചരണ വരുമ്പോ ഫുൾ സ്റ്റോപ്പ് ആണ്. അതിങ്ങനെ മറവിൽ അവിടെ ഇങ്ങനെ വിടണം. നീഴലായി നിന്നെ മറയും അഴകേ നിന്റെ മിഴിയും. അവിടെ കുറച്ചും കൂടെ ഇങ്ങനെ 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 വരണം. അഴകേ നിന്റെ മിഴിയും അലിപോലുന്ന ചിരിയും. അങ്ങനെയൊക്കെ വന്നാൽ ഈ കോമയും ഫുൾ സ്റ്റോപ്പും സെമി കോളനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അല്ലേ ക്യാപ്റ്റൻ? യെസ് ശ്രീകുട്ടി. യെസ്, നല്ല രസമായിട്ട് പാടി. ഒരു പ്രത്യേക തരം ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ശ്രീകുട്ടിയുടെ ആ ശബ്ദത്തില് ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു കേട്ടോ. ആ ഒരു ഫ്ലോന് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് എനിക്ക് ആകെ തോന്നിയത് ആ മൈക്ക് പിടിക്കുന്ന പൊസിഷൻ മൂക്കിന്റെ അടുത്ത് നിന്ന് കുറച്ച് മാറ്റി വായുടെ അടുത്തേക്ക് കൊണ്ടുവന്ന കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പാടാൻ പറ്റും തോന്നി. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത്. അതൊക്കെയുള്ളൂ ശ്രീകുട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാടിയത് ചരണമാണ്. തലോടുന്നു പാടിയില്ലേ? താങ്ക് യു. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയാ സർ, എന്തേന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, അത് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേക ഫീൽ ആയിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അതായത് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ വേണ്ടിട്ട് കേട്ടോ. അത് ഒരു എന്താ പറയാ പ്രത്യേക എടുത്തു പറയാനുള്ള അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കേൾക്കാൻ വേണ്ടി. താങ്ക് യു കേട്ടോ. മിടുകിയായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്രീകുട്ടി, യെസ് സർ. ഇന്ന് ശ്രീകുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.5 ഔട്ട് ഓഫ് 100. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. മുന്നത്തെ പേര് കുറച്ചുകൂടെ ഹാർഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ശ്രീകുട്ടി പരിശ്രമിക്കുന്നു. എന്തോ ഗമരിസ നിസദപ്പ മപ്പമക റിമക. വാവ്. എന്റെ അർത്ഥം എന്താ? ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതൊരു പൊയറ്റിക് ആയിട്ടുള്ള വരിയാണിത്. അപ്പൊ നമുക്ക് ഇത് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നാ. അപ്പൊ നമുക്ക് എന്ത് വേണം, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വിചാരിക്കാം. പെംജങ്ങൾ എന്താണ് തോന്നുന്നത്? മീനോട്ട് ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞ കേൾക്കുമ്പോഴേ എല്ലാരും വിശ്വസിക്കും. ഞങ്ങൾക്ക് ഈ പറഞ്ഞ കുട്ടൻചാട്ടനും ഒരു വിശ്വാസമായി തുടങ്ങി. യാതൊരു ബന്ധം ഉണ്ടാവില്ല, പക്ഷെ ബന്ധം ഉണ്ടെന്ന് തോന്നിപ്പിക്കും. അതാ സ്കില്ല്. സൂപ്പർ. സ്കിൽ സെറ്റ്. താങ്ക് യു. നിസദപ്പ മപകരി പമകരി നിസ അത് വിളിക്കണ്ടേ? ഇപ്പൊ വരുന്നുണ്ട്, ഓടി വന്നോണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ അനുഷ് ഓൺ സ്റ്റേജ്. അയ്യോ നല്ല രസം, രണ്ടു വശം പിന്നിട്ട്. The golden girl. ഹായ് അനുഷ്. ഏതോ അമ്പലത്തിലേക്ക് പോകുന്ന പോലെയുണ്ട്. അതെ കേട്ടോ, കുഞ്ഞിലെ എപ്പോഴും ഇങ്ങനെ കെട്ടിക്കുവായിരുന്നു. രണ്ട് സൈഡ് അല്ലേ ഇങ്ങനെ മെടഞ്ഞിട്ടിട്ട്. ഇന്നത്തെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, സിംപ്ലി സൂപ്പർ. വെരി നൈസ് കളർ കോമ്പിനേഷൻ. താങ്ക് യു. അമ്മയായിരിക്കും. അമ്മ. അതെ, സ്വാഭാവികം. ഒഴുകി വരുന്നുണ്ട് ഏട്ടാ ആ പൂവും പിന്നെ മുടി പിന്നി ഇട്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മകളല്ലേ, എന്ത് സുന്ദരിയായിരിക്കുന്നു. അതെ അതെ അതെ. ഓക്കെ, ഇന്ന് ഏതാണ് പാട്ട്? തമ്പുരു താനെ ശ്രുതി മീട്ടി.
ബാക്കി പാട്ടിന്റെ Yes. ജാതകം. മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമി സർ, പാടിയത് എസ് ജാനകിയമ്മ, മൂവി എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, ലിറിക്സ് ബിച്ചു തിരുമല സർ, ഇയർ 1982. ഓക്കെ. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു അല്ലേ? അതെ. അതിലൊരു ഉഗ്രം പാട്ടുണ്ട്. നനഞ്ഞ നേരിയ പട്ടുറുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ആ ആ ആ താങ്ക് യു. അപ്പൊ ഈ ഗമരിസ നിസദനി പദമപ റിമക അതാരാണ്? അതെന്ന് വെച്ചാൽ അത് മ്യൂസിക്കലായിട്ടുള്ള കുറച്ച് സ്വരങ്ങളാണ്. ഇത് നമുക്ക് മ്യൂസിക്കലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടം പോലെ വിചാരിക്കാം. വളരെ പൊയറ്റിക് ആയിട്ടുള്ള വരിയാണല്ലോ. അപ്പൊ നമുക്ക് എന്താണോ കാവ്യാത്മകമായി തോന്നുന്നത് അത് വെച്ച് നമുക്ക് മനസ്സിൽ വിചാരിക്കാം. ഹലോ, ഓക്കെ, ഒന്ന് പാടാൻ സമ്മതിച്ചിട്ട് പോയിക്കേ. ഞാൻ കഷ്ടപ്പെടുന്ന ബ്രെയിൻ അത്ര യൂസ് ചെയ്ത് ബുദ്ധി ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെടുത്തിട്ട് പോയറ്റിക് ആട്ടോ അത്. ശരിയാ. അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഗമരിസ നിസദനി പദമപ്പരിക്കും വളരെ പോയറ്റിക് ആണ്. കണ്ടോ. ഓൾ ദി ബെസ്റ്റ് അനുഷ്. തമ്പുരു താനേ ശ്രുതി മീട്ടി
അനുഷ്കേ, എന്തോ ഇതുവരെ എവിടെയായിരുന്നു? ഈ പാട്ട് ചോദിക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടെ ആയിരുന്നു എന്നാണ്. ഇങ്ങനൊക്കെ പാടുന്നത് എവിടെ ആയിരുന്നു ഇത്രയും നാള്? ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു? അത് എടുക്കേണ്ട സമയത്ത് മാത്രം എടുത്ത് പ്രയോഗിക്കാനായിട്ട് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കുന്ന പാശുപതാസ്ത്രം. എവിടെയായിരുന്നു ഇതുവരെ, എവിടെയായിരുന്നു എന്നുള്ളത് സൂപ്പർ ആയിരുന്നു കേട്ടോ. മൗനം എന്നോട് മന്ത്രിച്ചു എവിടെയായിരുന്നു ഇതുവരെ, എവിടെയായിരുന്നു. എന്തൊരു മെലോഡിയസ് ആയിരുന്നു. പലയിടങ്ങളിലും പ്രത്യേകിച്ചും ഹയർ രജിസ്റ്ററിൽ ഇങ്ങനെ സുപ്രീം ചേർച്ച ശ്രുതിയായിട്ട്. ആ ബിഗിനിങ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. ആ സ്വരം പാടി, സ്വരം പാടിയത് ഇപ്പൊ മനസ്സിലായ? ഞാൻ പറഞ്ഞ സ്വരം എന്തിനാണെന്ന് മീൻകുട്ടാ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. അതൊന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, പാടി കേൾപ്പിച്ചോ. അപ്പൊ വളരെ മധുരമായിരുന്നു. ഒരു ജീവാമൃത ബിന്ദു പോലെ സംഗീതം ഇങ്ങനെ തുളുമ്പി വന്ന ഒരു അരങ്ങാണിത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രത്തോളം ഇമേഴ്സ്ഡ് ആയിട്ട് ഈ പാട്ട് അത്രയും വർക്ക് ചെയ്ത്, അതാണ്. ഇതിൽ ഉള്ളിൽ ഒരുപാട് വർക്ക് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും നന്നാക്കിയേ പറ്റൂ, അല്ലാതെ വേറെ ഒരു കാര്യം നടക്കത്തില്ല എന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്ന് ഇത് അവതരിപ്പിക്കുകയാണ്. കണ്ണു നിറയാതിരിക്കാൻ പറ്റില്ല ചില വരികളൊക്കെ. അതുപോലെ വേറെ കാര്യം, അർദ്ധനാരീശ്വര എന്നല്ല, അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? ശിവൻ. അർദ്ധനാരീശ്വര പ്രതിമയുണർന്നു എന്നാണ് പാടിയത്. അർദ്ധനാരീശ്വര പ്രതിമയുണർന്നു എന്നാണ്. അതൊന്നിച്ചാണ്. ശിവന്റെ പ്രതിമയുണർന്നു എന്നാണ് പറഞ്ഞ് മനസ്സിലായോ? അത് നല്ല രസമുണ്ടായിരുന്നു. ഈ രാഗവും ആ രാഗത്തിന്റെ ഭാവങ്ങളും അതിന്റെ സ്വരങ്ങളും അതൊക്കെ ഇങ്ങനെ വീണയിൽ വായിക്കുന്ന പോലെയുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില റെമിനിസൻസസ് വന്നു മോള് പാടിയപ്പോഴത്തേക്ക്. അത് ശരിക്കും ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതി എന്നതിനെ പറയണം. പാട്ട് പഠിക്കുന്നവരും പാട്ട് പറയുന്നവരും ഒക്കെ പഠിപ്പിക്കുന്നവരും ഒക്കെ ശ്രുതി എന്ന് പറയും. ശ്രുതി. ചിലര് സുറുതി എന്ന് പറയും, ചിലര് ശ്രുതി എന്ന് പറയും. പക്ഷെ ആരും ശ്രുതി എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്യാറില്ല. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ആദ്യം നമ്മള് ശ്രുതി ചേരുന്നതിന് മുമ്പേ ശ്രുതി എന്ന് ശരിക്കും പറയാൻ പഠിക്കണം അല്ലേ? അപ്പൊ ദേവരായ മാസ്റ്റർ പണ്ട് പറയുന്നത് ശ്രുതി എന്ന് പറ മാസ്റ്റർ പറയും. അങ്ങനെയാണ് ഞാനും ശ്രുതി എന്ന് പറഞ്ഞത്. അപ്പൊ ആ ശ്രുതി ശ്രുതി പോലെ തോന്നി. ഒന്ന് പറയാമോ? ശ്രുതി. ശ്രുതി. പാടി തമ്പുരു താനേ ശ്രുതി ഇപ്പോഴും ശ്രുതി തമ്പുരു താനേ ശ്രുതി മീട്ടി. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, എപ്പോഴും കേട്ടോ. ഓക്കെ, ദിസ് വാസ് വൺ ഓഫ് യുവർ ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ദിസ് ഈസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ്. താങ്ക് യു സർ. വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പാടിയത്, തുടക്കം മുതൽ അവസാനം വരെ വളരെ 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 ഇഷ്ടപ്പെട്ടു. ആ ഹമ്മിങ് മുതൽ ആ സ്വരം പാടിയതൊക്കെ വളരെ നന്നായിരുന്നു. സസ്റ്റെയിൻ ചെയ്ത് നിർത്തിയില്ല. ശ്രുതിയൊക്കെ വളരെ പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആ ചലനത്തിന്റെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് തുടങ്ങിപ്പോയി. അത് പിന്നെ കറക്റ്റ് ആയിട്ട് പിന്നെ പാടി. അതെന്താ പറ്റിയെന്നറിയില്ല. അത് നമ്മൾ കണക്കാക്കുന്നില്ല. പാട്ട് പാടിയത് വളരെ കറക്റ്റ് ആയിരുന്നല്ലോ. അതാണ് ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ മനോഹരമായിട്ട് പാടി. ഇതുപോലെ തന്നെ ഇനിയുള്ള പാട്ടുകളും ഭംഗിയായിട്ട് പാടാൻ സാധിക്കട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്തതായി എന്റെ വാക്കുകൾ. അനുഷ്, എന്തോ വാട്ട് എ ടാലന്റഡ് സിംഗർ. അമ്പോ,
എന്ത് രസമായിട്ടാ പാടുന്നത്. ഓരോന്നിന്റെയും ക്ലാരിറ്റി, ആ ശബ്ദത്തിൽ വരുന്ന ആ ക്ലാരിറ്റി, അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, വേണ്ട വെയിറ്റേജ്, വേണ്ട ഡൈനാമിക്സ്, എത്രത്തോളം അതിന്റെ അർത്ഥം അറിഞ്ഞ് പാടണം, എത്ര ലയിച്ച് പാടണം, അതിന് എന്ത് മൂഡ് കൊടുക്കണം, ഇതൊക്കെ അനുഷ്കിന് കൃത്യമായിട്ട് അറിയാം. യുവർ വെരി ബ്ലെസ്ഡ്. എനിക്ക് ഭയങ്കര കൊതിയാണ് അനുഷ്കിന്റെ പോലത്തെ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഹൈ രജിസ്റ്റർ, എനിക്ക് ഹൈ പോവേയില്ല, എനിക്ക് താഴെയാണ് എന്റെ വോയിസ് കിടക്കുന്നത്. MJ സാർ കളിയാക്കണ പോലെ ഡബിൾ ബേസ് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അനുഷ്ക് മേളിൽ ആ ഭാഗം, അന്നെന്റെ മൗനം അല്ലെ എന്നോട് മന്ത്രിച്ചു, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മേളിൽ ഇറ്റ് വാസ് ലൈക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ശബ്ദം ശ്രുതിയോട് ചേർന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കൊതി വരിക അനുഷ്കിന്റെ ശബ്ദത്തിനോട്. അപ്പൊ എനിക്ക് എന്തായാലും ആ ശബ്ദത്തിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വോയിസ്. യു ആർ എ വെരി ടാലന്റഡ് ബ്ലെസ്ഡ് കിഡ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മാർക്കിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞാനൊരു സ്വപ്നം കണ്ടു. കുറച്ചു മുന്നേ സ്വപ്നത്തെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. അതെന്താന്നറിയില്ലേ, ഞാനും ജഗത്തും ഏകദേശം ഒരേ സ്വപ്നം കണ്ടത്. എന്താ കണ്ടത്? നമ്മുടെ നാട്ടിലെ ടോപ്പ് സിംഗർ ഇടിമുഴക്കായ കാരണം UAE ഷൂട്ട് മാറ്റി. ഓഹോ. എന്നിട്ട് അവിടെ നോക്കുമ്പോ ഇലക്ഷൻ നടക്കാം. സ്വപ്നമാണ് ഇലക്ഷൻ നടക്കാം. അപ്പൊ ഇലക്ഷൻ അധികാരില്ല. രാകേഷ് അങ്കിൾ വന്നിട്ട് പേരൻസിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും 4 പേര് നിക്കോ ചോദിച്ചു. എന്നിട്ട് ദ്യുതിന്റെ അമ്മ, ഷെനിൽ അങ്കിൾ, ദിയേന്റെ അമ്മ, ജഗത്തിന്റെ അമ്മ നിന്നു ഇലക്ഷന്. ഞാൻ 2 ദിവസം കഴിഞ്ഞ റിസൾട്ട് നോക്കുമ്പോ ദ്യുതിയുടെ അമ്മ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അത് കൊള്ളാട്ടോ. ജഗത്ത് എന്താ കണ്ടേന്നറിയോ? കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ദ്യുതി. എല്ലാരും കണ്ടത്. ഫുഡ് മിനിസ്റ്റർ ആയിരിക്കും. അങ്ങനെ പ്ലാൻ ഉണ്ടോ ദ്യുതിയുടെ അമ്മയ്ക്ക്? അറിയില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് ചോദിച്ചു നോക്കാം. അതേട്ടാ, ഞാനിത് ദ്യുതിയുടെ അമ്മേനോട് ഉറപ്പ് ഭയങ്കര ചിരി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ മന്ത്രിയാവണ സ്വപ്നമല്ലേ കണ്ടത് ദ്യുതിയുടെ അമ്മ? അതെങ്ങനെ സംഭവിച്ചു? എന്തായാലും VD സദസ്യൻ ചേട്ടൻ ഇത് കേൾക്കണ്ട. അനുഷ്ക കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇന്ന് പാടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് തരുന്ന മാർക്ക് 100 out of 100 plus 2 stars. അനുഷ്ക കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. മധു അങ്കിൾ, ഞാനോ? വെൽക്കം. ഇത് നമ്മുടെ കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പാണ്. ഇത് ഇട്ട് വന്നിട്ട് വേണം ആദ്യമായിട്ട് അമ്മ തയ്ച്ചതല്ലാതെ വേറൊരു ഉടുപ്പ് നമ്മള് ഇടാൻ പോവാണ്. അത് ശരിയല്ലേ? നോക്കൂ, അതെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും. കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ്. പിന്നെ നമ്മുടെ വില്ലി വൈറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പർ. പല്ല് തേക്കുന്നത് നമുക്ക് നല്ലതാണ്. തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കും, വായിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും നന്നായിട്ട് പാടാനും എല്ലാം ഈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കൂ, പല്ല് തേക്കൂ. കലക്കി വളരെ ഹാപ്പി. ഇത് ഒറിജിനൽ മുല്ലപ്പൂവാണ്. ഇവിടെയൊക്കെ സുഗന്ധം പരന്നു. അതെ അതെ അതെ, ഒറിജിനൽ ആണോ? ഒറിജിനൽ വളരെ റെയർ ആയിട്ട് അങ്ങനെ ആൾക്കാർ വെക്കാറുണ്ട്. കൊള്ളാം, നല്ല ഐശ്വര്യമുണ്ട്. വെരി ഗുഡ്. ഗുഡ് നൈറ്റ്. രണ്ടുപേരും രണ്ടുപേർക്കും ഗുഡ് നൈറ്റ്. മെലഡി റൗണ്ടില് നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു മിടുക്കി പാട്ടുകാരിയാണ് എത്താൻ പോകുന്നത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ശിവകാമി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. എന്താ തിളക്കം, തിളങ്ങുന്നു. റിഫ്ലക്ടർ വെച്ച പോലെ ശരിക്കും അതുപോലെ നെയ്യിൽ വറുത്തെടുത്ത ഉടുപ്പ്. ശരിക്കും അങ്ങനെയാണോ ശിവകാമി കുട്ടി? നെയ്യില് വറുത്തെടുത്ത ഉടുപ്പാണോ? അല്ല, എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഏത് പാട്ടാ? പനിനീര് പെയ്യും നിലാവിൽ. പനിനീര് പെയ്യും നിലാവിൽ അല്ലേ? പ്രേം പൂജാരിയിൽ പാട്ട്. മ്യൂസിക് സിംഗ് സാർ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് വരികള് ONV സാറ്. വർഷം 1999. പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മയും. വെരി ഗുഡ്. സാറേ, എനിക്കൊരു കാര്യം പറയാണ്ടേ. എനിക്ക് ഡ്രസ്സ് മേടിച്ചെന്നത് ചാവർകോട് ആശാരിമുക്കിലെ കുന്നുംപുറത്തുള്ള
രേഷ്മ ചേച്ചിയാണ്. രേഷ്മ ചേച്ചിക്ക് കുടുംബത്തിനൊരു ഹായ് പറയണേ. ചാവറകോട് ആശാരിമുക്കിലെ ശിവകാമിക്കുട്ടിക്ക് ഉടുപ്പ് നൽകിയ രേഷ്മ ചേച്ചിക്ക് കുടുംബത്തിനും ഹായ്. അതുപോലെ തന്നെ എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷനിലെ SI രഞ്ജിത്ത് അങ്കിളിനും പിന്നെ നഗരൂർ പോലീസ് സ്റ്റേഷനിലെ ASI റീജ ആന്റിക്കും കുടുംബത്തിനൊരു ഹായ്. പോലീസുകാരായിട്ടാ. നമ്മുടെ ശിവകാമിക്കുട്ടിയുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന വർക്കല പോലീസ് സ്റ്റേഷനിലെ SI ശ്രീ രഞ്ജിത്ത് അവർക്കും പിന്നെ റീജ ആന്റിക്കും നമ്മുടെ എല്ലാവരുടെയും വക ഹായ്. ഉത്തം സിംഗ് സർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ദിൽ തോ പാഗൽ ഹേ അതിനൊക്കെ മ്യൂസിക് അദ്ദേഹം ചെയ്തതാണ്. പിന്നെ രാജാ സാറിന്റെ വലിയ സുഹൃത്താണ് അല്ലേ? അതെ അതെ അതെ. ഞാൻ ആദ്യമായിട്ട് ഇറ്റലിയിൽ പോയത് രാജാ സാറിൻ്റെ ഒപ്പം. ഇത് ഒറ്റ തവണയെ പോയിട്ടുള്ളൂ ഇറ്റലിയിൽ. അത് രാജാ സാറിൻ്റെ ഒപ്പം. അന്ന് അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇറ്റാലിയൻസിനായിരുന്നു ആ പ്രോഗ്രാം, ഇന്ത്യൻസിന് വേണ്ടിയിട്ടായിരുന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യയിലെ സംഗീതം ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ എല്ലാ സംഗീത രൂപവും അവതരിപ്പിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു. ഒരു ചെറിയ ഒരു സിംഫണി പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഉത്തം സിംഗും അദ്ദേഹത്തിന്റെ മകളും ഉണ്ടായിരുന്നു, പ്രീതി ഉത്തം സിംഗ്. ഞങ്ങളെല്ലാവരും ചേർന്ന് ചിന്മയി അന്ന് ചെറുതാ. ചിന്മയെ ഞങ്ങളെയാണ് നോക്കാൻ ഏൽപ്പിച്ചത്. ചിന്മയുടെ അമ്മ എന്നെയും ദിവ്യയും. ഞങ്ങളുടെ മൂത്ത മോനൊരു 9 വയസ്സ് പ്രായം, 9 മാസം പ്രായം. 9 മാസം. അപ്പൊ അന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര. കാമിശിവ എനിക്ക് ചിലപ്പോ അങ്ങനെ തോന്നുന്നു കേട്ടോ. കാമിശിവ നന്നായി പാടും.
ഇവർ പാടും നിത്യയുഗ്മഗാനം അവിരാമ പ്രേമഗാനം പനിനീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ ഇനിയും നിൻ നോപുരങ്ങളാടും അകലെ ഞാൻ നിന്നെയോർത്തു പാടും പനിനീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ. വെരി ഗുഡ്. ശിവകാമി വളരെ സ്പെഷ്യലാണ്. യെസ്. ഇതൊരു ഗ്ലോറിയസ് കംബാക്ക് ആണ്. പനിനീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ. കഴിഞ്ഞ കുറച്ച് പെർഫോമൻസസ് ആയിട്ട് അല്ലെങ്കിൽ റെൻഡിഷൻസ് ആയിട്ട് നമ്മുടെ ശിവകാമി കുഞ്ഞിന് ശരിക്കും വയ്യായിരുന്നു, ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുമകൾക്ക് ഇവിടെ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മോളെ കുറച്ച് തളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും ശിവകാമി കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്, ആ കുഞ്ഞ് ഇന്ന് വീണ്ടും പറന്നുയർന്നിരിക്കുന്നു. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് എനിക്കും ഡീപ്ലി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ചില സംഗതികളാണത്. ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ പ്രതിഭകൾ ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശിവകാമി കുഞ്ഞ് ഒരു യുണീക്ക് ആണെന്നുള്ള ഒരു കാഴ്ച എപ്പോഴും നമുക്ക് തരുന്നുണ്ട്. ഈ പാട്ട് ഈ വയസ്സിൽ ആരെങ്കിലും പാടുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രേറ്റ്നെസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശിവകാമി കുഞ്ഞിന്റെ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ഇന്ന് നമുക്ക് കാണാം. പ്രിയതോഴി നീ മാത്രമോർക്കും ഒരു ഗാനം സ്നേഹസാന്ദ്രം തഴുകിയിടും നിന്നെയെന്നും ഇത് പെർഫോമൻസ് അല്ല, ഇത് സ്വയം അലിയൽ എന്ന് പറയും. അലിഞ്ഞു ചേരുക, ഒരു പാട്ടുമായിട്ട് അലിഞ്ഞു ചേരുക, ആ പാട്ടുമായിട്ട് ഒന്നാവുക, ആ പാട്ടിന്റെ ഉള്ളിലായിരിക്കുക, ആ പാട്ടിന്റെ ഉള്ളിൽ നിന്ന് പാടുക. സിംഗിങ് ഫ്രം വിതിൻ ദ സോങ് എന്ന് പറയുന്ന രീതി നമുക്ക് ഇന്ന് കാണാൻ പറ്റി. ഇതിൽ പല ഏരിയകളുണ്ട് ഈ പാട്ടിൽ പാടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. നമുക്ക് ആ ചരണത്തിന്റെ ആ ലൈൻ ഒന്ന് കേൾക്കാം. അറിയാതെ ആത്മാവിലൂറും ഒരു രാഗം ദേവരാഗം സഖി നിന്നെ തേടുമെന്നും. ഇനി അവസാനത്തെ ചരണത്തിൽ എത്ര മോഡുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നു അല്ലെ മധു? അതെ, തീർച്ചയായിട്ടും. അതെ അതെ ആ അവിടുത്തെ സൗണ്ട് മോഡുലേഷൻ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. അതെ, ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗിങ് ആയിരുന്നു അവിടെ. ശരിക്കും അയ്യോ, ഒരു പ്രൊഫഷണലിസം അവിടെ നിഴലിച്ചു. അതിങ്ങനെ തേനൂറിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്നു. യെസ് യെസ് യെസ്. അല്ലെ, മാത്രമല്ല അതിന് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അതെ, ആ കുഞ്ഞിനും എന്തൊക്കെയോ സങ്കടങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ലേ, നമുക്ക് വേണ്ട രീതി നമുക്ക് പാടാൻ പറ്റും, നന്നായിട്ട് പാടാൻ പറ്റും. പക്ഷെ ചില ഹെൽത്ത് റീസൺസ് കൊണ്ട് നമുക്ക് പാടാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമുക്ക് സങ്കടം വരും. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പറയാനുണ്ടോ? ഇന്ന് സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 അതിൽ അഭിമാനം കൊള്ളുന്നു. ഞാൻ അവിടെ ആ സീറ്റിലിരിക്കുന്നു. നമ്മൾ 3 പേരും അഭിമാനം കൊള്ളുന്നു. ഉണ്ണിച്ചേട്ടനും അഭിമാനം കൊള്ളുന്നു. ഈ ക്രൂ, നമ്മുടെ ടോപ്പ് ബാൻഡ് എല്ലാവരും അഭിമാനം കൊള്ളുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞൊരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആണ്. ശരിക്കും എനിക്ക് തോന്നിയത് എത്രയോ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലേ ബാക്ക് സിംഗർ പാടുന്ന പോലെയാണ്. പ്രത്യേകിച്ച് ആ ചരണം, ഒരു പ്ലേ ബാക്ക് സിംഗർ പാടുന്ന ആ ഒരു അത്ര പെർഫെക്ഷനിലാണ് ആ ചരണം പാടിയത്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഇത് ശരിക്കും ഒരു ഗോഡ് ഗിഫ്റ്റ് ആണ് സത്യത്തിൽ നമ്മുടെ ശിവകാമി കുട്ടി എന്ന് പറയുന്നത്. നമ്മുടെ സംഗീത പ്രേമികൾക്ക്, സംഗീത
ആസ്വദിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അവരുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ ഗിഫ്റ്റാണ്. എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി. യെസ്. ശിവകാമി കുഞ്ഞെ, എന്തോ ശിവകാമി കുഞ്ഞിന്റെ ഹാർട്ട് എന്നാണ് ശിവകാമി കുട്ടിയുടെ പാട്ട് വരുന്നത്. യെസ്. അതിന്റെ ആ വ്യത്യാസം കേൾക്കാം. അതിന്റെ ഇമോഷൻ വേറെ തന്നെയാണ്. അത് വെറും ഒരു പാട്ടല്ല, ശിവകാമി കുട്ടിയുടെയും കൂടെ ഇമോഷൻസ് ആണ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ആ പാട്ടിനൊരു ലൈഫ് വരുന്നത്. അപ്പോഴാണ് പാട്ട് നമ്മുടെയും കൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ആ കണ്ണീര് വന്നതും ആണ്, കണ്ണു നനഞ്ഞത്. അങ്ങനെ ഒരു പെർഫോമൻസ് ആണ് ഇന്നും ശിവകാമി കുട്ടി ചെയ്തത്. മാത്രമല്ല എനിക്ക് സെയിം ഒപ്പീനിയൻ ആണ്. കഴിഞ്ഞ ഒരു 3-4 പെർഫോമൻസസ് ആയിട്ട് ശിവകാമി കുട്ടിയുടെ ബെസ്റ്റിലല്ല ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് യു ആർ ബാക്ക്. അതില് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ശിവകാമി കുട്ടി. ഒത്തിരി 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 ഹാപ്പിയാണ്. കം ബാക്ക്. യെസ്, എക്സാക്ട്ലി. ഒത്തിരി ഹാപ്പിയാണ് ശിവകാമി കുട്ടി. എനിക്ക് ശിവകാമി കുട്ടി വരുന്നതിന് മുന്നേ എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു. പാടി തുടങ്ങുന്നതിന് മുന്നേ ഇത് എങ്ങനെ ഉണ്ടാവും, നന്നായി പാടാൻ പറ്റുമോ, പെട്ടെന്ന് ചുമയൊന്നും വരാതിരിക്കണേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പാട്ട് കേട്ട് കഴിഞ്ഞ് മുഴുവൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയായി. എനിക്ക് സന്തോഷമായി. സത്യം പറഞ്ഞ ശിവകാമി ഡിസേർവ്സ് ടു ബി ഹാപ്പി ഇൻ ദിസ് മൊമെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മധുമാമ എത്രയാണ്? പോരട്ടെ പോന്നോ? ഒന്ന്. അപ്പൊ ശിവകാമിക്കുട്ടി, ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ ശിവകാമിക്കുട്ടിക്ക് തരുന്ന മാർക്ക് 100 out of 100. ഒരു മധുരമഴ. പെർഫോമർ ഓഫ് ദി ഡേ ആണ് കേട്ടോ നമ്മുടെ ശിവകാമി കുട്ടി. ശിവകാമി കുട്ടിക്ക് 2 ഗിഫ്റ്റ് ആണ്. ആ 2 പേരും കൂടെ നമുക്ക് അനിയനും കൊടുക്കാം. അതെ, 2. എനിക്ക് തോന്നുന്നു അനിയന് വില്ലിവായിട്ട് കൊടുക്കാം. പല്ല് കഴിക്കാൻ കുറച്ച് മടിയുണ്ട് തോന്നുന്നു. വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അടുത്ത പ്രാവശ്യം ശിവകാമി കുട്ടി ഇതിട്ടുണ്ട് വരണേ. അതെ, കിൻഡർ മോക്സിന്റെ ഒരു അടിപൊളി ഉടുപ്പ്. ഇനി എപ്പോഴും ചിരി വേണേ. ചിരി കാണാൻ തന്നെ ഒരു സന്തോഷം വരുന്നു എനിക്ക്, ആ ചിരിയൊക്കെ കാണാൻ വേണ്ടിട്ട്. ബൈ. ഗുഡ് നൈറ്റ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അതിനു മുന്നേ പ്രേക്ഷകരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 7 എല്ലാവരും കാത്തിരുന്ന ഓഡീഷൻസ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി അധികം സമയം നമുക്ക് ബാക്കിയില്ല ഓഡീഷനിൽ ജോയിൻ ചെയ്യാനായിട്ട്. ഇന്നും ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് നമ്മുടെ പവർ ഹൗസ് റോഡിന് സമീപത്തുള്ള ഫോർട്ട് മാനർ ഹോട്ടലിലായിട്ട് ഇന്ന് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നാളെ ഇനിയും ഓഡീഷൻ നടക്കുന്നുണ്ട്. നാളെയാണ് ഫൈനൽ ഡേറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഡേറ്റ് മറക്കണ്ട, ഇന്നും നാളെ ആയിട്ടാണ്. അപ്പോൾ നാളെ എല്ലാവരും പങ്കെടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റാ, ബൈ, സീ യു.